പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നേരൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പം തന്നെ മനസ്സിലായി കാണുമായിരിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഞാൻ കൊച്ചിയിൽ നിന്ന് കയറിയിട്ടുള്ളത് രാവിലെ 5 മണിക്കുള്ള എത്തേണ്ട ട്രെയിൻ ആയിരുന്നു. പക്ഷേ 5 മണിക്ക് ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ട്രെയിനിൽ കയറിയിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. ഞാൻ താനെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. താനേന്ന് പിന്നെ ലോക്കൽ സബർബൻ ട്രെയിൻ എടുത്തിട്ട് പിന്നെ നേരൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ അവിടെ നിന്ന് ഒരു ഷെയർ, ഇതൊരു ഒമിനി പോലത്തെ വണ്ടിയാണ്. നമുക്ക് ഒരാൾക്ക് 100 രൂപയാണ്. പിന്നെ താനേന്ന് നേരലിലേക്ക് 15 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ഫെയർ വരുന്നത്. അങ്ങനെ എടുത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് അമാൻ ലോഡ്ജിലേക്ക് പോവാണ്. അമാൻ ലോഡ്ജിൽ നിന്ന് നേരെ മാത്തേരാനിലേക്കുള്ള യാത്രയിലാണ്. ഒരുപാട് ഷെയർ ടാക്സി, ഒരുപാട് ലൈക്ക് എന്താ പറയുക, ഇതുപോലെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഓരോരുത്തർ വന്ന് ചോദിക്കും. പിന്നെ റൂമൊക്കെ അവിടെ തൊട്ട് പുറത്ത് തന്നെ നമുക്ക് റൂമിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമ്മളത് നോക്കിയില്ല. അവിടെ ചെന്നിട്ട് നോക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഭയങ്കര ബ്ലോക്കാണ്. ഇന്നിപ്പം മലയാളികൾ കംപ്ലീറ്റ് ഇല്ല. ഞങ്ങൾ വന്ന ട്രെയിനകത്ത് നിറച്ച മലയാളീസ് ആയിരുന്നു ഫുള്ള്. ഇപ്പോൾ ഇതുണ്ടോ, ഒരു ടാക്സിക്കകത്ത് ഏകദേശം ഒരു 6 പേര് 7 പേരൊക്കെ കയറും. ഈ മാത്തേരാൻ്റെ സീസൺ വരുന്നത് മൺസൂൺ മാസമാണ്. ശരിക്കും പറഞ്ഞാൽ നേരിൽ നിന്ന് മാത്തേരാൻ വരെ നമുക്ക് ടോയ് ട്രെയിൻസ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ മൺസൂൺ സീസൺ ആയതുകൊണ്ട് നമുക്ക് ടോയ് ട്രെയിൻ അമാൻ ലോഡ്ജിൽ നിന്ന് മാത്തേരാൻ വരെയുള്ള ടോയ് ട്രെയിൻസേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ അമാൻ ലോഡ്ജിലേക്ക് പോവുകയാണ്. പക്ഷേ അമാൻ ലോഡ്ജിൽ എത്തിയാൽ അറിയില്ല നമുക്ക് ടോയ് ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതിനൊരു ടൈമിംഗ്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ നമ്മൾ ഹെയർ പിന്നൊക്കെ കയറി അപ്പുറം മലമുകളിൽ എത്തണം എന്നാണ് പറയുന്നത്. ഈ പോകുന്ന വണ്ടികളെല്ലാം അങ്ങോട്ട് പോകാനുള്ളതാട്ടോ. നമ്മൾ ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. എന്ത് ഭംഗിയാണ്. ഇറങ്ങിയപ്പോൾ മുതൽ മഴ, അതാണ് മെയിൻ. മഴ തുടങ്ങി, ഭയങ്കര രസവും കാണാൻ വേണ്ടിയിട്ട്. എന്താണ് ചെടിവണ്ടി പോണടാ അത്? അറിയില്ല. പോകുന്ന വഴികളാണ്. ഞങ്ങളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്ന വഴിയാണ് ഇതൊക്കെ. അപ്പൊ അവിടെ എത്തുന്നവരെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ഭയങ്കര രസം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് നമ്മുടെ മൂന്നാർ, വയനാടൊക്കെ പോയി ഒരു ഫീൽസ് ആണ് കേട്ടോ. കാട്, 2 സൈഡിലും മലകൾ, താഴേക്ക് നോക്കിയ കൊക്ക, അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സ്ഥലം പക്ഷെ ഭയങ്കര കിടലാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ റീൽസ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് റീച്ച് ആയതുകൊണ്ടാണ് നമ്മൾ ഈ മഹാരാഷ്ട്രയിലെ മാത്തേരാൻ എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും അറിയാൻ സാധിച്ചത്. അതും മൺസൂണിൽ മാത്രമാണ് ഇതിൻ്റെ സീസൺ ഉള്ളത് അവിടെ. അതുകൊണ്ട് ഭയങ്കര ടൂറിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോയത് ഒരു ടീമിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ അവർ പറയുന്നത് പോലെ തന്നെ ഫുള്ളായിട്ട് അത് കേട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ അവർ ഓരോ വണ്ടിയിലായിട്ട് കയറ്റി വിടും. നമ്മളിപ്പോൾ പോയിട്ട് നേരെ അമാൻ ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ ഡ്രോപ്പ് ചെയ്യുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാവരെയും കാണാം. എന്നിട്ടും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് സ്ഥലങ്ങളൊക്കെ കണ്ടു പോയാൽ മതി. അപ്പം നമ്മളങ്ങോട്ട് പോകും. അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങുന്നു. പോയ അവിടെ അത് ടോയ് ട്രെയിനിന്റെ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. ഇതൊക്കെ അയ്യോ, വാവ്, എന്റെ പൊന്നെ, ഇതെന്താ സ്വർഗമോ! എന്റെ പല വിധത്തിൽ ഒറ്റകൾ പോകുന്നു. നല്ല വഴിയൊക്കെ അല്ലേ? നല്ല മഴ തെന്നി കിടക്കുകയാണ് ഇവിടെ കേട്ടോ. ഓരോരുത്തർ വണ്ടിയും കൊണ്ടൊക്കെ വന്നിട്ട് നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് എത്ര വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട്. മഴ തൂളുന്നുണ്ട്. ട്രെയിൻ അതിലേക്കിടെയാ പോണത് കണ്ടോ. താഴെ വഴിയുണ്ട്. ചെറിയ വെള്ളച്ചാട്ടം, വാട്ടർഫോൾസ്. അതായത് മേളിലേക്ക് നോക്കടാ. വാട്ടർ
ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം അടിപൊളി. അയ്യോ മോനെ, ഫുള്ള് മഴ തുടങ്ങി, മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ കോട ഇറങ്ങി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വയനാട് ചുരം പോലെ ഇരിക്കുന്നല്ലേ കാണുമ്പോഴത്തേക്കും. ഭയങ്കര രസമാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് സൈഡിലും വണ്ടികളൊക്കെ കാണുന്നുണ്ടായിരുന്നില്ല, ആൾക്കാരൊക്കെ കാണുന്നില്ല. അപ്പം നമ്മൾ കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ ഇപ്പം മലപ്പുറത്ത് നിന്ന് വയനാട് ഒരു ദിവസം വൺ ഡേ ട്രിപ്പിന് പോകത്തില്ലേ, സ്കൂട്ടർ കാറൊക്കെ എടുത്തിട്ട്. അതുപോലെ വരുന്നവരും ഉണ്ട് കേട്ടോ. വൺ ഡേ കണ്ട് ജസ്റ്റ് കുറച്ച് സ്ഥലങ്ങൾ വെറുതെ ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വയനാട് പോവുകയാണെന്നുണ്ടെങ്കിൽ വയനാട്ടിൽ പോയിട്ട് എല്ലാ ഉള്ളിലേക്കുള്ള മലകളിലൊന്നും പോയിട്ട് വരുമല്ലോ. ജസ്റ്റ് കാണാൻ പറ്റുന്ന സൈറ്റ് സീയിങ് ഒക്കെ കണ്ടിട്ട് പോരുന്നത് പോലെ തന്നെ ആൾക്കാർ അതുപോലെ കാണാൻ വേണ്ടിയിട്ട് ഈ മുംബൈയിൽ നിന്നും അല്ലെങ്കിൽ പനവയിൽ നിന്നും അങ്ങനെയുള്ള താനയിൽ നിന്നൊക്കെ വന്നിട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പേരെ അങ്ങനെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ടോപ്പിൽ എത്താനായിട്ടുണ്ട്, അതായത് അമാൻ ലോഡ്ജിൽ എത്താനായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അമാൻ ലോഡ്ജിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ ഉള്ളൂ ടാക്സി. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഇവിടെ വരെ ഉള്ളൂ. ഞാൻ വെച്ച് ബ്ലോക്ക് ആയിരിക്കണം. സോ ഇവിടുന്ന് ഇനി നടന്ന് പോണം കുറച്ചും കൂടെ മുകളിലേക്ക്. മഞ്ഞെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മഞ്ഞ് ഗൈസ്. So happy, so excited to see this world. അവിടെ നിന്ന് നടന്നൊരു ഇച്ചിരി കയറിയാൽ മതി. ഇതാണ് നമ്മുടെ ആൾക്കാരൊക്കെ മലയാളീസാണ് കേട്ടോ. ഇതെല്ലാവരും കൂടെ അവിടെ ജോയിൻ ചെയ്ത് നിൽക്കും. മാത്തേരാൻ്റെ അങ്ങോട്ട് പോകാനുള്ള സ്ഥലമാണ് കേട്ടോ കാണുന്നത്. നല്ല തിരക്കാണ്. താഴെ നിന്ന് ജസ്റ്റ് നടന്നു നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു കാപ്പിയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഒന്ന് വന്നിട്ട് എൻട്രി ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം നമ്മൾ കേട്ടോ. നനഞ്ഞു കുടിച്ച് നല്ല മഴ ഇവിടെ എത്തിയപ്പോഴത്തേക്കും. മാത്തേരാൻ എൻട്രി ചെയ്തു ഗൈസ്. ഓക്കെ സോറി. നനഞ്ഞു കുളിച്ച് ഒരു കടയുടെ അവിടെ കയറി നിൽക്കുക. എന്താണെന്നറിയാമോ, അങ്ങോട്ട് ടോയ് ട്രെയിൻ 2:30 ഉള്ളൂ ഇനിയിപ്പം. അതല്ലാതെ ഇപ്പൊ ഈ റിക്ഷയുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്. 35 രൂപ എങ്ങാണ്ടാണ് ചാർജ്. ഭയങ്കര ക്യൂ. ആ കാണുന്ന ക്യൂ മൊത്തം ഓട്ടോറിക്ഷയ്ക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അതിനും ബെറ്റർ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിട്ട്. ഇപ്പം എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം നമ്മൾ നടന്നാൽ 4 കിലോമീറ്ററാണ് ഇവിടുന്ന് പറയുന്നത്. എനിക്കൊന്നും 4 കിലോമീറ്റർ ഒന്നുമില്ല, 2 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. എന്നാലോന്ന് പ്ലാനിങ് ഉണ്ട്. വെൽക്കം ടു മാത്തേരാൻ. ഇതാണ് മാത്തേരാൻ എൻട്രി. നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നടന്നു പോവാണ്ടേ. ഒരു രക്ഷയില്ലാത്ത മഴ. എല്ലാവരും റെയിൻ കോട്ട് ഇട്ട് നടന്നു വന്നോണ്ടിരിക്കുക. എല്ലാവരും നനഞ്ഞ് കുളിച്ച് ആകെ കുതിർന്നിരിക്കുകയാണ്. ഒരു വീഡിയോ ഫോട്ടോയോ പോലും എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ അമാൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇത് സ്ലോ മോഷൻ വീഡിയോ എന്തോ ആയിപ്പോയി, അതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തേ പറ്റൂ. ഇതാണൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് ടോയ് ട്രെയിൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഈ ട്രാക്കിൽ കൂടെ നടന്നു പോകാം. നേരത്തെ അവിടെ പറഞ്ഞതുപോലെ 50 രൂപയാണ് നമ്മൾ മാത്തേരാനിലേക്കുള്ള എൻട്രി ടിക്കറ്റ്. കിഡ്സിന് 25 രൂപയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നു. ഭയങ്കര മഴ. ചെന്നപ്പോൾ തന്നെ നമുക്ക് നമുക്ക് മഴയൊക്കെ ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇത് ഭയങ്കര മഴയായിപ്പോയി, ഒന്നും ആസ്വദിക്കും. നടന്ന് അതേ അമാൻ ലോഡ്ജ് എത്തിയിട്ടുണ്ട്. 50 രൂപ നമ്മുടെ ഇത് കൊടുത്തിട്ട് അമാൻ ലോഡ്ജ്. നമ്മുടെ കൂടെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട് അവിടെ ഇവിടേക്കായിട്ട് ഓരോരുത്തരുണ്ട്. അപ്പോൾ അമാൻ ലോഡ്ജിലെത്തി. ഇവിടെ ടോയ് ട്രെയിൻ ഇല്ല, 2.5 മണിക്കൂർ ലേറ്റാന്ന് പറഞ്ഞാൽ. ഇതാണ് ആ കാണുന്ന ടോയ് ട്രെയിൻ നടക്കുന്ന സ്ഥലം.
അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് ഈ ട്രാക്കിൽ കൂടെ നമ്മൾ നടക്കും. ട്രാക്കിൽ കൂടെ നടന്നിട്ട് അതിനിടയ്ക്ക് കൊടയണം. ട്രാക്കിൽ കൂടെ നടന്നിട്ട് വേണം നമുക്ക് അങ്ങ് മാത്തേരാനിലേക്ക് എത്താൻ പറ്റും. പിന്നെ കുതിരയുണ്ട് കേട്ടോ, കുതിര സഫാരി ഉണ്ട്. അതിന് എത്ര 200-300 രൂപയൊക്കെയാണ്. നമ്മളിവിടുന്ന് നടക്കാൻ പോവാണ്, ട്രക്ക് ചെയ്ത് പോവാന്ന് വിചാരിച്ചു. ഇവിടെ നിറച്ച് മലയാളീസ് ആട്ടോ, നിറച്ച്. എടാ അത് ഇതുണ്ടായിരുന്നു, അത് കൊടുക്കാത്തോണ്ടാ കള്ളന്. അയ്യോ തട്ടിപ്പ്. ഹായ് വാ, അത് ഞാനുണ്ടോന്നൊക്കെ അല്ലേ. മൈര പോയിന്റിന്റെ ഫ്രണ്ടിലാണ് ഞാൻ. മൈര പോയിന്റ് തരാ സൈഡ് കൊടുക്ക. ഓക്കെ വെൽക്കം. ഏകദേശം ശാന്തമായി. അങ്ങനെ ഞങ്ങൾ നടന്ന് 2 കിലോമീറ്റർ ഒന്നും പറഞ്ഞിട്ട് ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 10 കിലോമീറ്റർ ആയി. ഈ റെയിൽവേ ട്രാക്കിലൂടെയാണ് നടക്കണേ, വല്ല കുഴപ്പമില്ല. മേളികട ഇതാ ആ കാണുന്നത് മേളികടയാണ്. ഓട്ടോറിക്ഷയും കുതിര സഫാരിയും എല്ലാം ചെയ്യുന്ന കേട്ടോ. മമ്മീനെ കൊണ്ടുവരായിരുന്നത്, മമ്മീനെ പോലും ഒരു ആൻറ്റി നടക്കണം. മമ്മിക്ക് പതുക്കെ നടന്ന് പമ്മിക്കും വരായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുതിര, ഞാൻ കുതിരയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ കുതിര വന്നിട്ട് പുറകുന്ന ഒരു അച്ഛ ചവിട്ടമ്മേ വേണ്ട, ഡോണ്ട് ഡു. മാത്തേരാന്റെ മാപ്പ്. ദേ ടോയ് ട്രെയിനിൽ എടുക്കണു. ഈ കുതിര എത്ര രൂപയാടാ കുതിരക്ക്? भाई कितना रुपए कुदिरा? अला छे हॉर्स. हेलो कितना रुपए हॉर्स राइड? हाँ एक है 200. नहीं 200 है ना. हाँ ओके 200. അതിലേ പോവാല്ലേ? നമ്മൾ ഏകദേശം മാത്തേരാൻ എത്തി. ഇതാണ് മാത്തേരാൻ റെയിൽവേ സ്റ്റേഷൻ. അത് പുറകിലല്ലേ? ആർക്കറിയാം. കാർത്തിക് ഹലോ. ചോളം തിന്നു. നനഞ്ഞ കൂളിച്ചോര് വകയായി. കോട്ടൂരി, എന്നാലും മഴ വരുന്നുണ്ട്. ഇവിടെ കുറേ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂം തപ്പിക്കൊണ്ടിരിക്കുക എല്ലായിടത്തും. ഇന്ന് കുറേ മലയാളീസ് വന്നിട്ടുണ്ട്. നമ്മുടെ ടീം എല്ലാവരും കൂടെ റൂം റോയൽ ഒരു ഹോട്ടലാണ്. അപ്പം അവിടെ ഇപ്പം ബുക്കിങ്ങിനേക്കാളും കൂടുതൽ ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ താഴെ ഒരു ഹോട്ടലുണ്ട്, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നോക്കട്ടെ അവിടെ പോയിട്ട്. മഴ ഈ 2 സൈഡിലും കുറേ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഇപ്പം ഒന്ന് മഴയാറി നിൽക്കുക. 2 സൈഡിലും മെഡിക്കൽ സ്റ്റോഴ്സ്, ചെരുപ്പിൻ്റെ കട. എനിക്ക് ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഈ കുതിരകളെ കൊണ്ടുണ്ടല്ലോ ഗ്യാസ് കുറ്റിയൊക്കെ ചുമപ്പിച്ചോണ്ട് വന്നേ പാവം. മാത്തേരാനിൽ വന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് പിന്നെ റൂമിൽ പോയി ഫ്രഷായി ഫുഡ് കഴിച്ചു. എന്നിട്ട് ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. നമുക്കൊരു 4 പോയിന്റ് 5 പോയിന്റ് കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം സമയമുള്ളൂ, മഴ പെയ്യാൻ പിന്നെയും തുടങ്ങി. അയ്യോ മഴ തുടങ്ങി, നമുക്ക് ഓട്ടിടണം എന്തായാലും. ഗോഡ്, ഭയങ്കര മഴ. ഞങ്ങൾ വന്ന സമയം കുറച്ച് മഴ കൂടിപ്പോയി. മഴയാണ്, പക്ഷെ നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്. റൂമിൽ വന്നു, ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് എവിടെയെങ്കിലും കാണാമെന്ന് വിചാരിച്ചിരുന്നു.
പക്ഷെ അപ്പോഴത്തേക്ക് നല്ല മഴ, ഇത് കണ്ടോ കോട ഇറങ്ങിയേക്കുന്നുണ്ട്, നല്ല മഴ കൂടിപ്പോയി. അപ്പം ഇനി നാളെ രാവിലെ ഇറങ്ങാമെന്ന് വെച്ചു. ഓൾറെഡി ഇപ്പം നമുക്ക് നാളെയും മറ്റന്നാളും ടൈമുണ്ട്. അപ്പം നാളെയും മറ്റന്നാളായിട്ട് കാണാം. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 4 കിലോമീറ്റർ വേണം ഓരോ പോയിന്റിലേക്കും പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് അടുത്തടുത്താണ്. അപ്പം ഇന്നിപ്പോൾ പോയാലും കുറേ ലേറ്റ്, 5 മണിയായില്ലേ. കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഭയങ്കര മഴ, പ്രതീക്ഷിക്കാത്തതിലും കൂടുതലും മഴ. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ വരാട്ടോ. മാത്തേരാൻ്റെ ഒരുപാട് അടിപൊളി വിശേഷമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.